കോഴിക്കോട് ഫറോക്കിൽ ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിച്ച യുവതി മരിച്ചു. മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന മുനീറയാണ് ഞായറാഴ്ച പുലർച്ചെ മരിച്ചത്. ഭർത്താവ് ജബ്ബാർ റിമാൻഡിലാണ്. കോഴിക്കോട് ഫറൂഖ് കോളേജിനു സമീപം താമസിക്കുന്ന മുനീറയെ ഭർത്താവ് ജബ്ബാർ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിച്ച മുനീറ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടെ ഭർത്താവായ ജബ്ബാർ വെട്ടുകത്തികൊണ്ട് വെട്ടുകയായിരുന്നു. കഞ്ചാവ് വാങ്ങാൻ പണം നൽകാത്തതിൽ പ്രകോപിതനായാണ് ആക്രമണം. തലയ്ക്കും ചെവിക്കും കഴുത്തിനും ആഴത്തിലുള്ള 4 വെട്ടുകളാണ് മുനീറക്കേറ്റത്. സംഭവങ്ങൾ നിരന്തരം നമ്മൾ കേൾക്കുകയാണ്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമ്മൾ പറയുന്നില്ല, പക്ഷേ വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊന്ന് ഒരു നാടിൻ്റെ മുഴുവൻ പ്രാർത്ഥന വിഫലമായിട്ടാണ് മുനീറ നമ്മോട് യാത്ര പറഞ്ഞിട്ടുള്ളത്. വളരെ കഷ്ടപ്പെട്ട് വളരെ വേദന സഹിച്ചാണ് ആ ഒരു കുട്ടി മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. ഇവർ ഈ ഒരു ഷോപ്പിൽ അവിടെ ജോലിക്ക് പോയിട്ട് 300 രൂപ അവിടുന്ന് ശമ്പളം കിട്ടുന്നുണ്ട്, ഡെയിലി വേജസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ആ പണം കഞ്ചാവ് വലിക്കാനും ഡ്രഗ്സ് അടിക്കാനും കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ജബ്ബാർ നിരന്തര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രയാസത്തിലുള്ള ബന്ധമാണെങ്കിൽ, ഇങ്ങനത്തെ ലഹരിക്ക് അടിമപ്പെട്ട കേസാണെങ്കിൽ നമ്മൾ 100% ഇന്ന് പിൻവലിയുക. അത് ഇതെല്ലാവർക്കും ഒരു പാഠമായി പാഠമായിട്ട് ഉൾക്കൊള്ളിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ലഹരിക്ക് ബന്ധപ്പെട്ട കേസാണെങ്കിൽ ഒരു കാരണവശാലും ആ ബന്ധം തുടർന്ന് പോകരുത്. ഈ കുട്ടികളുടെ പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവൻ ആപത്തായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ. 2 വർഷം മുൻപ് മുനീറയ്ക്ക് നേരെ സമാനമായ ആക്രമണം ജബ്ബാർ നടത്തിയിരുന്നു. അന്ന് പോലീസിന് നൽകിയ പരാതിയിൽ ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരുന്നു. പിന്നാലെ ഇരുവരും ബന്ധം വേർപ്പെടുത്താൻ തീരുമാനിച്ചെങ്കിലും മുനീറ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ഭർത്താവിനൊപ്പം തുടരുകയായിരുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.